പാകിസ്ഥാനികൾ എല്ലാവരും ഒരാളെ അതിഭയങ്കരമായിട്ട് പ്രണയിക്കുന്നു. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ. അങ്ങനെ ഒരാളെ പ്രണയിക്കണമെങ്കിൽ അതാരായിരിക്കും? ഇന്ത്യക്കാർ വിചാരിക്കും ദേവലോകത്തുനിന്ന് വന്ന ഗന്ധർവനായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. പാകിസ്ഥാൻ അങ്ങനെയുള്ള വല്ലവരും പ്രണയിക്കുമോ? അവർ നമ്മളെപ്പോലെയാണോ? നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ളവരല്ലേ? അപ്പോൾ പിന്നെ ആരായിരിക്കാം ആ ഭാഗ്യവാൻ? ചെറിയ പുള്ളിയൊന്നുമല്ല. പാകിസ്ഥാനിലെ എയർ വൈസ് മാർഷലായ ഔറംഗസീബ് അഹമ്മദാണ് ആ ഭാഗ്യവാൻ. ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയൊക്കെ ഇങ്ങനെ പ്രണയിക്കാൻ എന്താണെന്നല്ലേ? ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കളഞ്ഞയാൾ, ഇന്ത്യയുടെ 5 ഫൈറ്റ് ജെറ്റുകൾ വെട്ടി വീഴ്ത്തിയാൾ പിന്നെ എങ്ങനെ പ്രണയിക്കാതിരിക്കും? ഇത് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ മനസ്സിലാകും ആ രാജ്യത്തെ എല്ലാ സ്ത്രീകളും ഇത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന്. It's not the fact that the Rafale is a bad plane. Rafale is a equally potent, very potent aircraft. I mean, asking such technical details, and we'll bore the rest of the people with them. But ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ? ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളെ അടിച്ച് നിരപ്പാക്കിയ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ ഇതിൽ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും. ഇംഗ്ലീഷ് അറിയുന്നവരാണ് ബുദ്ധിമാന്മാരെന്നോ ഇംഗ്ലീഷ് അറിയാത്തവരെല്ലാം മന്ദബുദ്ധികളാണെന്നോ അല്ല അതിനർത്ഥം. ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ട് വെറുമൊരു ഭാഷയായ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏതുതരം വിദ്യാഭ്യാസമാണ് ഇവർ നേടിയിരിക്കുക? അതും ഒരു രാജ്യത്തിന്റെ ഡിഫൻസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. ഈ ടീമിനെയാണ് പാകിസ്ഥാനികൾ പ്രണയിച്ചും ആരാധിച്ചും നടക്കുന്നത്. മദ്രസ വിദ്യാഭ്യാസവും കറകളഞ്ഞ ഇസ്ലാം മതവിശ്വാസവുമാണ് ഇവർക്ക് വേണ്ട മെയിൻ ക്വാളിഫിക്കേഷൻ. ഇവർ മദ്രസ ജീവികളായി മാത്രമേ വളരാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ജിഹാദുമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല. വന്നാൽ ആകാശത്തോട്ട് പൊക്കിക്കാണിക്കാൻ ആ പൃഷ്ഠ അവിടെ ഉണ്ടാവത്തില്ല. Who is Aurangzeb? आजकल की लड़कियों की पहली चॉइस. Is it a DP? Oh, आप बताओ. Beauty with brain and inspiration. Oh.